ശരി, മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ നടൻ പൃഥ്വിരാജിന്റെയും വീട്ടിലാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ റെയ്ഡ് നടക്കുന്നത്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു റെയ്ഡിലേക്ക് കടക്കുന്നത്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. കേരളത്തിൽ തന്നെ 30 ഇടങ്ങളിലായിട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച കാറുകൾ രാജ്യത്തുടനീളം വിറ്റു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റെയ്ഡിലേക്ക് കസ്റ്റംസ് കടന്നിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ നടൻ പൃഥ്വിരാജിന്റെയും വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധനയിലേക്ക് കടക്കാനുള്ള കാരണം എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകും. നിലവിലിപ്പോൾ ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ നടൻ പൃഥ്വിരാജിന്റെയും വീട്ടിലാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ഒരു റെയ്ഡ് നടക്കുന്നത്. കേരളത്തിൽ അടക്കം 30 ഇടങ്ങളിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നതെന്നും അറിയാൻ സാധിക്കുന്നത്. ഭൂട്ടാനിൽ നിന്നുള്ള കാറുകൾ രാജ്യത്തുടനീളം വിറ്റു എന്ന ഒരു കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത്തരം ഒരു റെയ്ഡ് നടക്കുന്നത്. പ്രസാദ് കാളിദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഈ ഒരു വാർത്തയെക്കുറിച്ച് ഈ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയായിട്ട് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത്. ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെയും വീട്ടിലടക്കമാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. കാളിദാസ്, അതുപോലെ തന്നെ ഈ ഒരു റെയ്ഡ് കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഉണ്ടായതാണോ അതോ ഇതുമായി ബന്ധപ്പെട്ട മുന്നേ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പുറത്തു വന്നിരുന്നോ? ഇപ്പോഴും റെയ്ഡ് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? കാർത്തു, ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വ്യക്തമാണ്. കാരണം ഓപ്പറേഷൻ നുംകൂർ എന്താണെന്നുള്ളത് പോലും നമുക്ക് കൂടുതൽ വ്യക്തമായി വരുന്നൊരു സമയം കൂടിയാണിത്. അത്രത്തോളം സീക്രസി നിറഞ്ഞ അല്ലെങ്കിൽ അത്രത്തോളം രഹസ്യാത്മകമായൊരു നീക്കം തന്നെയായിരുന്നു കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. രാജ്യവ്യാപകമായി നടക്കുന്ന കസ്റ്റംസിൻ്റെ പരിശോധന എന്ന് പറയുമ്പോൾ വിവിധ മാധ്യമങ്ങൾക്ക് പോലും ഈ ഓപ്പറേഷൻ നുംകൂർ എന്താണ്, ഈ നുംകൂർ ഉദ്ദേശിക്കുന്നത് എന്താണ്, നുംകൂറിൽ ഇതുവരെ ഉണ്ടായ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, കസ്റ്റംസ് ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഇതുവരെ ലഭിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, മുന്നോട്ടുള്ള നീക്കങ്ങൾ എത്തരത്തിലായിരിക്കും, മുന്നോട്ട് ആരുടെയൊക്കെ വീടുകളിൽ പരിശോധന നടത്തും, ഇതിനെ സംബന്ധിച്ചുള്ള ഇടനിലക്കാർ ആരൊക്കെയാണ്, ഇത്തരത്തിലുള്ള കുറേ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇതുവരെ കണ്ടെത്തിയതിൽ നിന്ന് എത്രത്തോളം പിടിച്ചെടുത്തു എന്നുള്ളതൊക്കെയാണ് നമുക്കറിയേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഭൂട്ടാൻ സൈന്യം വിറ്റഴിക്കപ്പെട്ട കാർ അത് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത രാജ്യമെമ്പാടും വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിറ്റഴിക്കപ്പെട്ട കാറുകളിലൊന്ന് കാറുകളിൽ 20 എണ്ണം കേരളത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. ഈ ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച കാർ അത് ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് രാജ്യമെമ്പാടും വിറ്റഴിക്കുന്നു. ഈ വിറ്റഴിക്കപ്പെട്ട കാറുകളിൽ 20 കാർ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ 20 കാറുകളിൽ ഒന്ന് ദുൽഖറിൻ്റെ പക്കലും ഒന്ന് പൃഥ്വിരാജിൻ്റെ പക്കലും ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ അല്ലെങ്കിൽ ലഭിക്കുന്ന ചില നിഗമനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ എത്രത്തോളം സ്ഥിരീകരിക്കാൻ പറ്റും, അത് ഒരു വസ്തുതയാണോ, അതെങ്ങനെയാണ് അതിനെ സ്ഥിരീകരിക്കുക, അതിനെ സംബന്ധിച്ച് കസ്റ്റംസ് നൽകുന്ന സ്ഥിരീകരണം എന്താണ്, കസ്റ്റംസ് ഇതിനെ സമ്മതിക്കുന്നുണ്ടോ, കസ്റ്റംസ് ഇത് തന്നെയാണോ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സൂചനകൾ അത്രത്തോളം പ്രബലമായ സൂചനകൾ തന്നെയാണ് എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഓപ്പറേഷൻ നുങ്കൂർ എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ വ്യക്തമാകുന്നത്. ഇതിനെ സംബന്ധിച്ച് ഓപ്പറേഷൻ നുങ്കൂർ എന്താണ്, ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായി ഇതുവരെ കസ്റ്റംസ് കണ്ടെത്തിയത് എന്തൊക്കെയാണ്, ആ കണ്ടെത്തിയതിൻ്റെ ഭാഗമായി എത്ര കാറുകൾ പിടിച്ചെടുത്തു, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ 30ഓളം ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഈ പരിശോധന നടക്കുന്നത് ഏതൊക്കെ വ്യവസായികൾ, ചില വ്യവസായികളുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും പുതിയ പുതിയ വിവരങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായികളുടെ വീടുകളിലും അടക്കം തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ ദുൽഖറിൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ അത്രയും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് എപ്പോൾ പരിശോധന കഴിയുമെന്ന് പോലും നമുക്ക് വ്യക്തമായിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ളതൊന്നും ഉദ്യോഗസ്ഥർ ഒന്നും പുറത്തു പറയുന്നില്ല. ഇതിനെ സംബന്ധിച്ച് എത്ര നേരം നീളും ഈ പരിശോധന എന്നൊക്കെ തന്നെയാണ്. ഈ കാറുകളുടെ രേഖകളൊക്കെ തന്നെ പരിശോധിക്കുന്ന ഒരു ഘട്ടം തന്നെയായിരിക്കും ഇപ്പോൾ നടന്നു വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ 30ഓളം ഇടങ്ങളിലാണ്, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് അങ്ങനെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. രാജ്യവ്യാപക പരിശോധനകളുടെ ഭാഗമായിട്ട് തന്നെയാണ് വ്യവസായികളുടെ വീട്ടിലും പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. വിവിധ കാർ ഷോറൂമുകളിലും
പരിശോധന നടക്കുന്നുണ്ട്. കാരണം കാർ ഷോറൂമുകൾ വഴി തന്നെയാണ് താരങ്ങൾ എന്തായാലും വാഹനം എടുത്തതെന്നുള്ളത് നിശ്ചയമാണ്. അപ്പോൾ കാർ ഷോറൂമുകൾക്കും ഇതിനെ സംബന്ധിച്ച് ചിലത് കാർ ഷോറൂമുകളുടെ പക്കലും ഇതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം. അല്ലെങ്കിൽ അവർ എവിടെ നിന്ന് വാങ്ങി, ഇത് വിലക്കുറവിൽ ഈ ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച കാർ വിലക്കുറവിൽ വാങ്ങി എന്നുള്ളതാണ്. അത് ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷനിൽ വിലക്കുറവിൽ വാങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആ 20 കാറുകളിൽ ഒന്ന് പൃഥ്വിരാജിലേക്കും ഒന്ന് ദുൽഖറിലേക്കും ഒക്കെ തന്നെ പോയി എന്നുള്ളതാണ് വിവരം. ഇത് എത്രത്തോളം സ്ഥിരീകരിക്കാനാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നിമിഷം അറിയേണ്ടത്. കാർത്തു, അതുപോലെ തന്നെ കാളിദാസ്, ഈ ഒരു റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തെല്ലാം തുടർ നടപടികളിലേക്കായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ കസ്റ്റംസ് കടക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇല്ല കാർത്തു, ഇപ്പോഴും വരുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓപ്പറേഷൻ നുങ്കൂറിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പോലും ഈ ഒരു ഓപ്പറേഷൻ നുങ്കൂർ എന്താണെന്നുള്ളത് പഠിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. നമുക്ക് ലഭിച്ച ആദ്യത്തെ വിവരം എന്ന് പറഞ്ഞത് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച കാറുകളെ സംബന്ധിച്ച്, ഈ കാറുകൾ വിറ്റഴിക്കപ്പെട്ടതിനെ സംബന്ധിച്ച്, ഇത് വിറ്റഴിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഉണ്ടായ ഇടപാടുകളെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന ആണ് എന്നുള്ളതാണ്. കാരണം അതിൽ വലിയൊരു ക്രമക്കേട് നടന്നു, വലിയൊരു അഴിമതി നടന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. കേരളത്തിൽ 20 കാറുകൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി ലഭിക്കുന്നു. അതിൽ വലിയൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ കസ്റ്റംസ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്കോ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നുങ്കൂർ എന്ന പദ്ധതി പ്രകാരം ഇത്തരത്തിലൊരു പരിശോധന നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്താണ് ആ ക്രമക്കേട്, എങ്ങനെയാണ് ആ ക്രമക്കേട്, എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ, ഇത്തരത്തിൽ താരങ്ങളുടെ വീട്ടിലേക്ക് വരെ താരങ്ങളുടെ വീട്ടിലേക്ക് പരിശോധന നടത്താനുണ്ടായ സാഹചര്യം, അതിനെ തുടർന്ന് ആ സാഹചര്യത്തിന് പൂരകമായ ആ കണ്ടെത്തൽ എന്താണ് എന്നൊക്കെ തന്നെ നമുക്ക് കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. ഈ നടപടികൾക്ക്, ഈ പരിശോധനകൾക്കൊക്കെ ശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളും ഒക്കെ തന്നെ പറയുക. ഈ ക്രമക്കേട് കണ്ടെത്തിയാൽ എത്തരത്തിലായിരിക്കും നടപടികൾ എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. റെയ്ഡ് 10 മണിക്കാണ് റെയ്ഡ് ആരംഭിച്ചത്. അപ്പോൾ ഈ 10 മണിയോടുകൂടി വളരെ അപ്രതീക്ഷിതമായൊരു മിന്നൽ നീക്കമായിരുന്നു കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ പറ്റും. ഇപ്പോഴും നുങ്കൂർ എന്താണെന്നുള്ളതാണ് നമുക്കൊന്ന് വ്യക്തമാകേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പരിശോധനയിൽ മറ്റെവിടെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ, അവിടുത്തെ കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ നിമിഷം അറിയേണ്ടിയിരിക്കുന്നു. കാർത്തു, അതുപോലെ തന്നെ കാളിദാസ്, ഈ നടന്മാര് നേരിട്ട് ഇത്തരത്തിലൊരു ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങുന്നതിലോ അതിൽ ആ വിൽപ്പനയിൽ നേരിട്ട് പങ്കു ഉണ്ടെന്ന ഒരു കണ്ടെത്തലോ അല്ലെങ്കിൽ അതിന്റെ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇത്തരത്തിൽ പെട്ടെന്നൊരു മിന്നൽ പരിശോധനയിലേക്ക് കസ്റ്റംസ് കടക്കാനുള്ള കാരണം? കാർത്തു, നിഗമനങ്ങളാകാം അല്ലെങ്കിൽ കണ്ടെത്തലുകളാകാം. ഇപ്പോഴും നമുക്കാണ് അത് വ്യക്തമാകാത്തത്. കസ്റ്റംസിന് അത് വ്യക്തമാണ്. അവരുടെ കയ്യിൽ കൃത്യമായി കണ്ടെത്തലുകൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. രാജ്യത്തേക്ക് കടത്തിയത് 150ഓളം കാറുകളാണ് എന്നുള്ളതാണ്. അതായത് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച 150ഓളം കാറുകളാണ്. ഇതിൽ 20 കാറുകൾ കേരളത്തിലേക്ക് എത്തി എന്നുള്ളതും കൂടിയാണ് വിവരം ലഭിക്കുന്നത്. 10 മണിയോടുകൂടിയാണ് ഈ ഒരു റെയ്ഡ് ആരംഭിച്ചത്. കഴിഞ്ഞ രാത്രി 1 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം പാതിരാത്രി 1 മണിയോടുകൂടിയാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. അപ്പോൾ മുതൽ ഈ നടപടികളൊക്കെ തന്നെ കസ്റ്റംസ് തുടങ്ങിയിരിക്കണം. രാജ്യത്തൊട്ടാകെ ഈ നടപടികളൊക്കെ തന്നെ തുടങ്ങിയിരിക്കണം. കേരളത്തിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അത് 10 മണിയോടുകൂടിയാണ് അവിടെ പരിശോധന ആരംഭിച്ചത്. ഇപ്പോഴും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സുപ്രധാനമായ കണ്ടെത്തലുകൾ ലഭിച്ചിരിക്കണം കസ്റ്റംസിന്. ഇതിനെ സംബന്ധിച്ച രേഖകളൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ ചില ക്രമക്കേടുകളൊക്കെ കണ്ടെത്തിയിരിക്കണം കസ്റ്റംസ്. നമുക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാറായിട്ടില്ല. ഈ ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി നൽകേണ്ടത് കസ്റ്റംസിൻ്റെ ഭാഗത്തു തന്നെയാണ്. എന്തായാലും ഈ വാഹനങ്ങളൊക്കെ തന്നെ പിടിച്ചെടുക്കാൻ തന്നെ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. കേരളത്തിൽ 30 ഇടങ്ങളിലാണ് ഈ പരിശോധനയൊക്കെ നടക്കുന്നത്. ഈ വിവിധ ഷോറൂമുകളിലുമൊക്കെ തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു ഇടനില ഉണ്ടായിട്ടുണ്ട്. ഇടനിലക്കാരുടെ സാന്നിധ്യം തന്നെയാണ് ഇതിൽ വലിയൊരു ക്രമക്കേട് ചൂണ്ടിക്കാണിക്കാൻ കാരണം എന്നുള്ളതും കൂടി നമുക്ക് ലഭിക്കുന്നു. ഇന്ത്യയിൽ എത്തിച്ചത് 8 തരം കാറുകളാണ്. ഇന്ത്യയിലേക്ക് കടത്തിയത് 150ഓളം കാറുകളാണ്.
ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ഹിമാചലിൽ രജിസ്റ്റർ ചെയ്ത് അത് പിന്നീട് വിലക്കുറവിൽ രാജ്യമൊട്ടാകെ വിറ്റഴിച്ചു എന്നുള്ളതും കൂടിയാണ്. അതിൽ 20 കാറുകൾ കേരളത്തിലേക്ക് വരുന്നു. 20 കാറുകളിൽ ഒന്ന് ദുൽഖറിൻ്റെ വീട്ടിലേക്കും ഒന്ന് പൃഥ്വിരാജിൻ്റെ വീട്ടിലേക്കും ഒക്കെ എത്തുന്നു എന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ളത് എത്തി എന്നുള്ളതും കൂടിയാണ്. അതൊക്കെ തന്നെയാകാം ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു റെയ്ഡിനും പരിശോധനയ്ക്കും ഒക്കെ തന്നെ കാരണം. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ വിവരങ്ങളടക്കം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ഈ ക്രമക്കേടിനെ സംബന്ധിച്ച് ഒരു വിവരങ്ങൾ തന്നെ കസ്റ്റംസിന് ലഭിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ച വിവരം. അതിനുശേഷം ഒട്ടാകെ ഈ പരിശോധനകളൊക്കെ തന്നെ ആരംഭിക്കുന്നു. പിന്നീട് 10 മണിയോടുകൂടി തന്നെ ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ തന്നെ വീട്ടിലേക്കൊക്കെ തന്നെ ഈ പരിശോധനാ സംഘങ്ങൾ എത്തുന്നു, രേഖകൾ പരിശോധിക്കുന്നു. ഇപ്പോൾ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു. കാറുകൾ കസ്റ്റഡിയിലെടുക്കും, എന്തായാലും കാറുകൾ കസ്റ്റഡിയിലെടുക്കും, പിടിച്ചെടുക്കാൻ തീരുമാനം ആയിരിക്കുന്നു. ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിറ്റ വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഈ ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ സംബന്ധിച്ച് ഈ കാറുകൾ വാങ്ങിയതിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് കസ്റ്റംസ് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് അറിയേണ്ടത് ഓപ്പറേഷൻ നുംകൂർ എന്തിൻ്റെ ഭാഗമാണ്? ഈ ഓപ്പറേഷൻ നുംകൂർ എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തതാണോ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് നേരത്തെ തൊട്ടേ പഠിച്ചു വരികയാണോ, അല്ലെങ്കിൽ ഈ ഒരു വിവരം കിട്ടിയതിന് ശേഷമാണോ ഇത്തരത്തിലൊരു ഓപ്പറേഷനിലേക്ക് തന്നെ കടന്നത് എന്നുള്ളതും കൂടിയുണ്ട്. ഞെട്ടിക്കുന്ന ചില വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു. തമിഴ്നാട്ടിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരും കാർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരും ഈ ഒരു തട്ടിപ്പിന് ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. തട്ടിപ്പിൻ്റെ ഭാഗമാണോ തട്ടിപ്പിന് ഇരയാണോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ട വിവരം എന്ന് പറയുന്നത്. അത് ഈ കണ്ടെത്തലുകൾക്ക് ശേഷം എത്തരത്തിലായിരിക്കും, അവരുടെ നിരപരാധിത്വം എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ അവരിതിൽ ഈ ഒരു കുറ്റത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പരിശോധനയിലൂടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാർ വാങ്ങുന്നതിനെ സംബന്ധിച്ച് എത്തരത്തിലാണ് നടപടികൾ എന്നൊക്കെ നമുക്കറിയാം. ചിലത് കാറുകൾ വാങ്ങുമ്പോൾ പറ്റിക്കപ്പെടാറുണ്ട്. ചിലർ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള തട്ടിപ്പിലൂടെയൊക്കെ കാറുകൾ വാങ്ങുന്നവരുമുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്ന ഒരുപാട് വാർത്തകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഈ ഒരു കാറുകളെ വാങ്ങിയതിനെ സംബന്ധിച്ച് ഇത് മനഃപൂർവ്വം ഇത്തരത്തിൽ വിലക്കുറവിൽ വാങ്ങി ഓടിക്കുന്നതാണോ, അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പിൻ്റെ ഇരയായതാണോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് എന്തായാലും ഈ ഒരു നിമിഷം അറിയേണ്ടത്. എന്തായാലും തമിഴ്നാട്ടിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരും ഈ കാറുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. ഭൂട്ടാൻ സൈന്യം ലേലത്തിൽ വെച്ച് വിറ്റ വണ്ടികളാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്കും രാജ്യത്തൊട്ടാകെ എത്തുന്നത്. കേരളത്തിലേക്ക് എത്തിയത് 20 കാറുകളാണെന്നാണ് പറയുന്നത്. ഭൂട്ടാനിൽ നിന്നുള്ള കാറാണ് എന്നതിൽ അതിൻ്റെ ലോഗോ ഉണ്ടെങ്കിൽ എന്തായാലും അത് മായ്ച്ചു കളയും, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ചില നടപടികളും ഒക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചിട്ട് പിന്നീട് രജിസ്ട്രേഷൻ മാറ്റിയോ എന്നുള്ളതും കൂടി അന്വേഷിക്കുന്നുണ്ട്. കാരണം ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് അത് പിന്നീട് കേരളത്തിലേക്ക് എത്തിക്കാൻ അതിനെ സംബന്ധിച്ചുള്ള അത്രയും തന്നെ നികുതി, അല്ലെങ്കിൽ അതിൻ്റെ നികുതി ഇടപാട് എങ്ങനെയാണോ അത്തരത്തിലുള്ള നികുതി നൽകിയാൽ മതിയാവും. എന്തായാലും അത് കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നികുതി ഇളവൊക്കെ തന്നെ ഉണ്ടാകും. കാരണം ഹിമാചൽ പ്രദേശിലേക്ക് എത്തിച്ച് ഈ ഭൂട്ടാനിൽ നിന്നും വളരെ വിലക്കുറവിൽ വാങ്ങി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കൃത്യമായൊരു ആ വാഹനത്തിന് സാധാരണ നിലയിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ വിപണിയിൽ എങ്ങനെയാണോ ആ ഒരു വിലയിലേക്ക് തന്നെ എത്തും. അപ്പോൾ ഭൂട്ടാനിൽ നിന്നും ഈ ലേലത്തിൽ വാങ്ങിയപ്പോൾ വളരെ വിലക്കുറവിൽ വാങ്ങുന്നു. അത് ഇടനിലക്കാരാണ് വാങ്ങിയത്. ഈ ഇടനിലക്കാർ ഹിമാചൽ പ്രദേശിൽ ഈ കാറുകളെല്ലാം എത്തിച്ച് അത് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം കേരളത്തിലേക്ക് കടത്തുന്നു. ഇങ്ങനെ കേരളത്തിലേക്ക് കടത്തിയതിൽ കേരളത്തിൽ എത്തിച്ചിട്ട് ഇത് പിന്നീട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഭൂട്ടാൻ വാഹന ഇടപാട് ഈ സംബന്ധിച്ച് DRI മോട്ടോർ വാഹന വകുപ്പിന് കൃത്യമായ സൂചനയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ തട്ടിപ്പാണ് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ നുംകൂർ കസ്റ്റംസ് പരിശോധന. നടൻ ദുൽഖർ സൽമാൻ്റെ വീട്ടിലും പൃഥ്വിരാജ് സുകുമാരൻ്റെ വീട്ടിലും അവരുടെ കാറുകളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. കേരളത്തിൽ 30 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിൽ 10 മണിയോടുകൂടി തന്നെ റെയ്ഡുകൾ ആരംഭിച്ചു. രാജ്യത്തേക്ക് കടത്തിയത് 150ഓളം കാറുകളാണ്. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടുകൂടിയാണ് കസ്റ്റംസിനെ ഈ വിവരങ്ങൾ ലഭിച്ചത്. വ്യവസായികളുടെ വീടുകളിൽ നടക്കുന്നുണ്ട്. ഈ വ്യവസായികളിൽ പലരും ഇടനിലക്കാരാണോ എന്നുള്ള സംശയത്തിന് പുറത്താണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടക്കുന്നത്. വിവിധ കാർ ഷോറൂമുകളിലും നടക്കുന്നുണ്ട്.
എന്തായാലും എത്തരത്തിലായിരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ, എന്തായിരിക്കും ഇതുവരെ ലഭിച്ച കണ്ടെത്തലുകൾ, വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ വരെ തീരുമാനമായിട്ടുണ്ട്. വാഹനങ്ങൾ എന്തായാലും കസ്റ്റഡിയിലെടുക്കുമെന്നുള്ളതും കൂടിയാണ്. പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. നമുക്കറിയാം ദുൽഖറിനെ സംബന്ധിച്ചും മമ്മൂട്ടിയെ സംബന്ധിച്ചും ഒക്കെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറുകളുള്ള നടന്മാർ എന്ന് പറയുന്ന 2 നടന്മാരാണ്. ഒപ്പം തന്നെ പൃഥ്വിരാജിൻ്റെ പേരും ആ ഒരു പട്ടികയിലൊക്കെ എപ്പോഴും നമ്മൾ എടുത്തു പറയുന്നതാണ്. അപ്പോൾ ഈ കാർ ഇടപാടുകളെ സംബന്ധിച്ച് ഇപ്പോൾ കസ്റ്റംസ് ഇപ്പോൾ അവരുടെ വീടുകളിൽ പരിശോധന നടത്തി വരികയാണ്. 2 വാഹനങ്ങളിലായി കസ്റ്റംസ് സംഘം എത്തിയാണ് പരിശോധന നടത്തുന്നത്. 6 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടത്തുന്നത്. ഇവർ ഇതുവരെ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. കൂടുതൽ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഇതുവരെ കണ്ടെത്തിയത് എന്നുള്ളത് നൽകിയിട്ടില്ല. ഈ റെയ്ഡിന് ശേഷം അവർ മാധ്യമങ്ങളെ കാണും എന്നുള്ളതും കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാർത്തു, കൽദോസ് പറഞ്ഞ പോലെ നമുക്കറിയാവുന്നതാണ് ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെയും കാറുകളോടുള്ള ക്രൈസ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 20-ലധികം വാഹനങ്ങൾ വിറ്റു എന്ന് പറയുന്നു. രാജ്യത്തെമ്പാടും 47 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ രാജ്യത്തെമ്പാടും ഇത്തരത്തിലൊരു കാറുകൾ, ഈ ഒരു ഭൂട്ടാനിൽ നിന്നുള്ള കാറുകൾ വിറ്റു എന്ന് പറയുമ്പോൾ ഒരു വലിയ റാക്കറ്റ് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് വേണ്ടേ കരുതാൻ? കാരണം ഈ ഇടനിലക്കാരാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്താൻ കാരണം എന്നുള്ളതും കൂടിയാണ്. കാരണം ഭൂട്ടാൻ സൈന്യം ലേലത്തിൽ വെച്ച് ഉപേക്ഷിച്ച കാറുകൾ, അതായത് 5 ലക്ഷം രൂപയ്ക്ക് വരെ ഈ ഇത്തരത്തിലുള്ള നിരവധി കാറുകൾ, അല്ലെങ്കിൽ ആഡംബര കാറുകളുടെ ഒരു പട്ടികയിലേക്കൊക്കെ പെടുത്താൻ പറ്റുന്ന നിരവധി കാറുകളുണ്ട്. അതായത് നിസാൻ പെട്രോൾ എന്ന കാറൊക്കെ സംബന്ധിച്ച് അത് നമുക്ക് ആഡംബര കാറുകൾ എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ലെങ്കിലും അത്രത്തോളം ആഡംബര ഇനത്തിൽ പെടുത്താവുന്നൊരു കാറുകളൊക്കെ തന്നെയാണ്. ഇത്തരത്തിലുള്ള കുറേ കാറുകൾ വലിയ രീതിയിൽ ഭൂട്ടാൻ സൈന്യം വിറ്റഴിച്ച കാറുകൾ, വളരെ വിലക്കുറവിൽ ലേലത്തിൽ വിറ്റ കാറുകൾ, ഇത് ഇടനിലക്കാർ വഴി, എന്തായാലും ഇടനിലക്കാർ തന്നെ ആയിരിക്കണം വാങ്ങിയത് എന്നുള്ളത് നമുക്ക് ഈ ഒരു നിമിഷം ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റും. എന്നാലും നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാനും സാധിക്കില്ല. ഇനി നേരിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം രാജ്യമെമ്പാടും നടക്കുന്ന പരിശോധനയാണ്. അപ്പോൾ ഭൂട്ടാൻ്റെ അതിർത്തിയോട്, ഇന്ത്യൻ ഭൂട്ടാൻ അതിർത്തിയെ സംബന്ധിച്ച് ആ അതിർത്തികളിൽ ഇത്തരത്തിൽ അവിടെയുള്ള ഇടനിലക്കാർ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലുള്ള വ്യവസായികളൊക്കെ നേരിട്ടായിരിക്കുമോ ഇടപാടുകൾ നടത്തിയത് എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരളത്തിലേക്ക് എത്തിച്ച 20 കാറുകൾ ഭൂട്ടാൻ ഈ ലേലത്തിൽ നിന്നും വാങ്ങി ഹിമാചൽ പ്രദേശിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം കേരളത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇത് ചിലത് കേരളത്തിൽ എത്തിച്ച് കേരളത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി ലഭിക്കുന്നു. ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മളും തേടിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റംസും കൃത്യമായി അതിൻ്റെ കണ്ടെത്തലുകളിലേക്കൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. 150ഓളം വാഹനങ്ങളാണ് രാജ്യത്ത് എത്തിച്ചത്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ എറണാകുളം തേവരയിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ എത്തിച്ചത് 8 തരം കാറുകളാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കമ്പനികളാകാം, പല തരത്തിലുള്ള വണ്ടികളാകാം. നമുക്കറിയാം കാറുകളെ സംബന്ധിച്ച് പല തരത്തിലുള്ള കാറുകളുണ്ട്. SUV അല്ലെങ്കിൽ സെഡാൻ, ഹാച്ച് ബാക്ക് എന്ന് പറയുന്ന പോലെ പലതരത്തിലുള്ള വിവിധ വേരിയൻറ്റുകളുണ്ട്. ഇത്തരത്തിലുള്ള വേരിയൻറ്റുകളാണോ ഈ തരം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പലതരം കമ്പനികളാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള നമുക്ക് പുതിയ വിവരങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭിക്കും. എന്തായാലും 8 തരം കാറുകൾ ഇന്ത്യയിൽ എത്തിച്ചു എന്നുള്ളതാണ്. 150ഓളം കാറുകൾ, 8 തരത്തിലുള്ള 150ഓളം കാറുകൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കാറുകൾ വിറ്റഴിച്ചതിനെ സംബന്ധിച്ച് പലരിലേക്കും അല്ലെങ്കിൽ പ്രമുഖ വ്യക്തികളിലേക്കുമൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ വീട്ടിലും ഒപ്പം തന്നെ ദുൽഖറിൻ്റെ വീട്ടിലുമൊക്കെ തന്നെ ഈ പരിശോധന നടക്കുന്നൊരു സാഹചര്യത്തിൽ രാജ്യത്ത് ഇത്തരത്തിലുള്ള കാറുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ആഡംബര കാറുകളുടെ ഗണത്തിൽ കൂട്ടാവുന്ന ഈ കാറുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു സാധ്യത. പനമ്പള്ളിയിലെ മമ്മൂട്ടിയുടെ വീടിന്റെ അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി വിജിത ചേരുന്നുണ്ട്. വിജിത, ഇപ്പോൾ അവിടെ പരിശോധന, കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന തുടരുകയാണോ? അവിടെ നിന്ന് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പോലെ തന്നെ ഇപ്പോൾ ഓഫീസർ ഇവിടെ എത്തി ഈ ഒരു പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ